ഞാൻ ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയോ? ഞാൻ ആരോട് പറയാം? എനിക്കുണ്ടാകുന്ന വിഷമം, എൻ്റെ ഉള്ളിലെ വിഷമം ഞാൻ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രോഗ്രാമിന് പോകുന്നത്. ഞാനൊരു മനുഷ്യനാണല്ലോ. ഈ വിഷയം എൻ്റെ മകൻ 100% ഭിന്നശേഷിക്കാരനായ ഒരു ഓട്ടിസം കുഞ്ഞാണ്, ഓട്ടിസം ബാധിതനാണ്. 2 മാസത്തെ അവധിക്ക്, പ്രകാശത്താരിൽ അവധിക്ക് ക്ലാസ് ഇല്ല. അപ്പോൾ അവധിക്ക് ഇവനെ കൊണ്ട് വിട്ട സമയത്ത് 2 മാസം വളരെ നല്ല രീതിയിൽ എൻ്റെ കുഞ്ഞിനെ ആ സ്ഥാപനം നോക്കി. പറയാതെ ചെന്ന് ഗേറ്റ് തുറന്ന് കയറിയപ്പം ഇവൻ അലറി വിളിച്ചുകൊണ്ട് വരികയാണ്, ഓടി നോക്കിയപ്പം ഇവിടെ മൊത്തം ചതഞ്ഞിരിക്കുന്നു, വായിക്കൂടെ ഇവിടെ എല്ലാം പൊട്ടി ഇതായിരിക്കുന്നു. പത്തനംതിട്ട DYSP ഓഫീസിൽ എനിക്കെതിരെ പരാതി കൊടുത്തു. ഈ പറയുന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാര്യയെ കൊണ്ട് ഞാൻ എൻ്റെ സ്വകാര്യ ഭാഗങ്ങളൊക്കെ വീഡിയോ കോൾ വഴി അവരെ കാണിച്ചു. പത്തനംതിട്ട പോലീസിനൊക്കെ വിളിച്ചു ചോദിച്ചപ്പം ഈ സ്ത്രീ പറയുന്നത്, ഞാൻ എല്ലാം നിങ്ങൾ ഡിലീറ്റ് ചെയ്തു സാറേ. എനിക്കെതിരെ വ്യാജ പരാതി കൊടുത്തവന്മാരെ ഈ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, അതാണ് എൻ്റെ ആവശ്യം. സുപ്രീം കോടതി വരെ ഞാൻ പോയപ്പോൾ, നീതിപീഠത്തിന്റെ അങ്ങറ്റത്ത് വരെ പോയാണ് ഞാൻ ഒറ്റയ്ക്ക് ഞാൻ പോരാടും. അത് എൻ്റെ ഒറ്റയാൾ പോരാട്ടം തന്നെയാണ്. ജില്ലാ ഓഫീസിന്റെ ചാർജിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ ഒരു നിയമവിരുദ്ധമായ ഒരു കെട്ടിടത്തിന് നമ്പർ ഇട്ട് കൊടുക്കാൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു. സാർ ഒരു ഉത്തരവാക്കി ഞങ്ങൾ നമ്പർ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം എനിക്കെതിരെ പരാതി കൊടുത്ത് എന്നെ സസ്പെൻഡ് ചെയ്തു. ഞാൻ പറയുന്ന ഈ ഓരോ ഡയലോഗുകളും എടുത്ത് നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ വേറെ ചാനലിൽ ഇരുന്ന് പറയുന്നു. ഞാൻ ചാനലുകളിൽ പറഞ്ഞ ഡയലോഗുകൾ എടുത്ത് അവരൊന്നും കാണുന്നില്ലെന്നാണ് പറയുന്നത്, പക്ഷെ അവരെല്ലാം കാണുന്നുണ്ട്. താജുദ്ദീൻ എൻ്റെ തന്തയാണോ? അവന് മറുപടി ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഒരു സമയത്ത് തങ്കച്ചനോട് ഈ രേഷ്മ പി തങ്കച്ചൻ ചോദിക്കും, താൻ എൻ്റെ തന്തയാണോ ചോദിക്കും. വസ്തു കൊടുത്ത ബിഷപ്പിനെ തന്തയ്ക്ക് വിളിച്ചു, വീട് പണി കൊടുത്ത ഫിറോസിനെ തന്തയ്ക്ക് അവർ അപ്പൻ വിളിച്ചതിന്റെ വോയിസ് റെക്കോർഡ് എന്റെ കിടന്നു. ഇപ്പോൾ രേണു പലരോടും പൈസ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് എന്താണ് ശരിക്കും രേണു? അങ്ങനെ താങ്കൾക്ക് ഞാൻ അതിനെപ്പറ്റി പറയുമ്പോൾ ഞാൻ എൻ്റെ എല്ലാം ഒരുപാട് പേര് ഇവർക്ക് പൈസ അയച്ചു കൊടുത്ത് എൻ്റെ സ്ക്രീൻഷോട്ടുകൾ എനിക്ക് നൽകിയിട്ടുണ്ട്. ഇവര് ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത അതേ പ്രവർത്തികൾ ഇവര് വീണ്ടും അത് ആവർത്തിച്ചു. കടമായിട്ട് ചോദിക്കുന്നു. ഇവര് പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ പിന്നെ തിരുവനന്തപുരത്തുള്ള പയ്യൻ പറഞ്ഞില്ലേ ഇത്ര രൂപ മേടിച്ചിട്ടുണ്ടെന്ന്. എന്നെ രേഷ്മ പി തങ്കച്ചൻ ഈ ഒരു ദിവസം രാത്രി എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഈ സുധി ചേട്ടന്റെ കൂട്ടിരിക്കുന്ന ഒരാള് എന്നെ തിരുവനന്തപുരത്ത് എന്നെ വിളിച്ച് ശല്യം ചെയ്യുന്നു, എന്നെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടുന്നു, ഒന്ന് വിളിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ വേറൊരു പുതിയ വെളിപ്പെടുത്തലാണ് ഞാൻ പറയുന്നത്. സുധി മരിച്ച ദിവസം സുധിയുടെ ഫോണിലേക്ക് വന്ന കോളുകൾ പരിശോധിക്കണം, സുധിയുടെ വാട്സാപ്പിലേക്ക് വന്ന മെസ്സേജുകൾ പരിശോധിക്കണം. ഈ മെസ്സേജുകളൊക്കെ സുധി മരിച്ചു കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ ഡിലീറ്റ് ചെയ്ത് എവരിവൺ ഡിലീറ്റ് ചെയ്തായിട്ട് വരെ എനിക്ക് അറിവില്ല. നമ്മളോടൊപ്പം ഇന്നുള്ളത് താജ് പത്തനംതിട്ടയാണ്. നിരവധി വിഷയങ്ങളും വിവാദങ്ങളും വിമർശനങ്ങളും അതുപോലെ കാര്യങ്ങളൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ കൃത്യമായിട്ടുള്ള മറുപടികളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കുട്ടി മകനുമായിട്ട് സംബന്ധിച്ച് ചില വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ എന്താണ് ശരിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മകൻ 100% ഭിന്നശേഷിക്കാരനായ ഒരു ഓട്ടിസം കുഞ്ഞാണ്, ഓട്ടിസം ബാധിതനാണ്. അത് നമ്മൾ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ 4 വയസ്സിലാണ് കുഞ്ഞിന് ഈ പ്രശ്നമുള്ളതായിട്ട് നമ്മൾ കണ്ടുപിടിച്ചത്. 4 വയസ്സിൽ ഒരു കുട്ടിയുടെ ബ്രെയിൻ വളർച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ബ്രെയിൻ്റെ വളർച്ച 2 വയസ്സ് വരെയുള്ളൂ, ബ്രെയിൻ്റെ ഡെവലപ്മെൻറ്റ്. ഞാനതനുസരിച്ചപ്പം നമ്മളോട് കുട്ടി നടക്കാൻ താമസിച്ചു, പിന്നെ കമന്ന് വീഴാൻ ഒക്കെ താമസിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ അത് കുഴപ്പമില്ല, സംസാരിക്കാൻ താമസിച്ചു. ഏതായാലും ദൈവം നല്ല കാര്യങ്ങളിൽ ഏൽപ്പിച്ച ഒരു കുഞ്ഞായി ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നല്ല കാര്യങ്ങളിൽ ഏൽപ്പിച്ചു എൻ്റെ മകനെ. അവനെ നമ്മൾ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നു. അവനെ ഞാൻ അവധിക്കാലത്ത് ഈ കഴിഞ്ഞ വർഷം അവധി സമയത്ത് ഫേസ്ബുക്കിൽ ഒരു പരസ്യം കണ്ട് ഒരു സ്ഥാപനത്തിൽ ഞാൻ 2 മാസത്തെ അതിലേക്ക് വരാം. ഈ ഓട്ടിസത്തിന്റെ ട്രീറ്റ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറുപ്പം മുതലേ നോക്കുന്നതാണോ? നോക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇപ്പൊ ആൾക്ക് എത്ര വയസ്സായി? 19 വയസ്സായി. 18 വയസ്സ് കഴിഞ്ഞു. 2 വയസ്സ് കഴിഞ്ഞു. ഇപ്പോൾ വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞാണ്. എഴുതത്തും വായിക്കത്തൊന്നുമില്ല. സ്ക്രൈബിന് വെച്ചാണ് പരീക്ഷ എഴുതിയത്.
അത് കഴിഞ്ഞ് ഇപ്പോഴും പ്രകാശധാര സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. പത്തനംതിട്ട കോളേജ് ജംഗ്ഷൻ്റെ അപ്പുറത്ത് പ്രകാശധാര സ്പെഷ്യൽ സ്കൂളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കുട്ടികൾ ഒത്തിരി പേരുണ്ട്, അവരെ നോക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട്. അതിനൊപ്പം തന്നെ ഇങ്ങനെ ഒരു കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ട്, ഓട്ടിസം ബാധിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടികളും വളരെ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു മാതൃകയാണ് ഇപ്പൊ താങ്കൾ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ കുട്ടീനെ വെച്ച് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മള് ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യമാണ് താങ്കളുടെ വീട്ടിൽ വരുന്നത്. അപ്പൊ കുട്ടീനെ നോക്കുന്നതും കാണുന്നതൊക്കെ നമ്മൾ സ്ഥിരമായി ഇവിടെ വന്ന് കാണുന്നതാണ്. എങ്ങനെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യണമെന്നും അതിന്റെ കാര്യങ്ങൾ നോക്കുന്നതെന്നും ഇപ്പൊ ഉമ്മ അതിന് താങ്കളുടെ വൈഫ് അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഈ ഒരു കുട്ടീനെ സംബന്ധിച്ച് കുട്ടിയുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ അതിന് ട്രീറ്റ്മെന്റ് നടത്തുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് വിവാദങ്ങൾ ഉണ്ടാകുന്നത്. അതെ. അപ്പൊ ശരി, യഥാർത്ഥത്തിൽ ആരാണ് നിങ്ങൾക്കെതിരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള കാരണം എന്താണ്? എൻ്റെ മകനെ സ്കൂളിൽ കൊണ്ട് വിട്ടല്ലോ, ഒരു സ്പെഷ്യൽ 2 മാസത്തെ അവധിക്ക്, പ്രകാശധാരയിൽ അവധിക്ക് ക്ലാസ് ഇല്ല. അപ്പോൾ അവധിക്ക് ഇവനെ കൊണ്ട് വിട്ട സമയത്ത് 2 മാസം വളരെ നല്ല രീതിയിൽ എൻ്റെ കുഞ്ഞിനെ ആ സ്ഥാപനം നോക്കി. അതായത് 2 മാസം അവധിയുള്ള സമയത്ത് മറ്റൊരു സ്ഥാപനത്തിലേക്കാക്കി. പിന്നെ കാരണം ബോർഡിംഗ് ഒക്കെ ഉള്ളതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൊണ്ടാക്കിയത്. മാസം പൈസ കൊടുത്തിട്ടുള്ള പേയ്മെൻറ്റ് കൊടുത്തു. എല്ലാ ദിവസങ്ങളും വീഡിയോ കോൾ വിളിക്കുമ്പോൾ എൻ്റെ മോൻ ഹാപ്പിയാണ്. ഞാൻ ആഴ്ചയിൽ പോയി വിളിച്ചുകൊണ്ട് വരും. എല്ലാ ദിവസങ്ങളിലും വീഡിയോ കോൾ വഴി കാണും. അങ്ങനെ ഒരു ദിവസം ഞാൻ വീഡിയോ കോൾ വഴി വിളിക്കുമ്പോൾ മൂക്കിൻ്റെ ഇത്രയും ഭാഗം ചതഞ്ഞിരിക്കുന്നതായിട്ട് എനിക്ക് പെട്ടെന്ന് കണ്ടു. അപ്പം ഇവൻ്റെ ആ ഒരു ക്യാമറ മാറ്റുന്ന കാണുമ്പോൾ എനിക്ക് സംശയം തോന്നി, ശരിക്കും അവനെ കാണിക്കുന്നില്ല. 2ാമത്തെ ദിവസം ഞാനെന്ന റാന്നി അങ്ങാടി ഗ്രാമപഞ്ചായത്തിലാണ് ജോലി ചെയ്യുന്നത്. ഞാനും എൻ്റെ ഓഫീസറും കൂടെ അന്ന് മല്ലപ്പള്ളി ബ്ലോക്ക് ഓഫീസിൽ വെച്ച് ഞങ്ങൾക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ട് ഉച്ച സമയത്ത് ചോറുണ്ടിട്ട് അന്ന് മോനെ കാണാമെന്ന് പറഞ്ഞ് ഇന്നലെ വിളിച്ചപ്പോൾ മൂക്കിൽ ഒരു ഇത് കണ്ട്, ഒരു ബ്ലഡ് ചതഞ്ഞിരിക്കുന്നത് കണ്ടു. സാറേ നോക്കുമ്പം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ഇവരോട് മുൻകൂട്ടി അറിയിക്കാതെ ഞാൻ ആ സ്ഥാപനത്തിൽ പോയി. അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഏത് കാലഘട്ടത്തിലാണ് ഈ സംഭവം? കഴിഞ്ഞ വർഷം ഇതേ സമയത്ത്. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അവിടെ ചെല്ലുകയും പിന്നെ പറയാതെ ചെന്ന് ഗേറ്റ് തുറന്ന് കയറിയപ്പം ഇവൻ അലറി വിളിച്ചുകൊണ്ട് വരികയാണ്, ഓടി നോക്കിയപ്പം ഇവിടെ മൊത്തം ചതഞ്ഞിരിക്കുന്നത്, വായിക്കൂടെ ഇവിടെ എല്ലാം പൊട്ടി ഇതായിരിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് ഒരു പിതാവെന്ന രീതിയിൽ ഞാൻ അവിടെ സമയം പാലിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ 1, 2 എണ്ണി എൻ്റെ മൈൻഡിനെ ഞാൻ തണുപ്പിച്ചു. അപ്പോൾ സാർ പെട്ടെന്ന് തന്നെ വിളിച്ചുകൊണ്ട് പോയി ഞാൻ നേരെ പോലീസ് അധികാരികളെ അറിയിച്ചു. കീഴ്വായ്പൂര് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. അങ്ങനെ അവിടുന്ന് പോലീസ് ഉദ്യോഗസ്ഥനുമായി ആ സ്ഥാപനത്തിൽ ചെന്ന് എൻ്റെ മകനെ കൊണ്ടുപോയി അവരാദ്യം മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കി. മല്ലപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കി. സ്പെഷ്യൽ എഡ്യൂക്കേറ്ററെ വെച്ച് മോൻ്റെ മൊഴിയെടുത്തു. മോനെ ആരാ അടിച്ചതെന്ന് ചോദിച്ചു. അപ്പം മോൻ അടിച്ച ആളുടെ പേര് പറഞ്ഞു. അടിച്ച ആളുടെ പേരും പറഞ്ഞതിന് ശേഷം പോലീസ് കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടക്കുന്ന സമയത്ത് ഞാൻ ഓഫീസിലിരിക്കുന്ന സമയത്ത് എനിക്കൊരു കോൾ വരികയാണ് എൻ്റെ ഫോണിലേക്ക്. അപ്പം ട്രൂ കോള് ചെയ്ത് നോക്കിയിട്ടുമ്പം ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്നാണ് ഈ ട്രൂ കോളറിൽ കണ്ടത്. ഞാൻ ഫോൺ എടുത്തു. എൻ്റെ ഫോൺ ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡിങ് അല്ല. പക്ഷേ ഞാൻ ഫോൺ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പം ടിങ് എന്നുള്ള ശബ്ദം കേട്ടു. എൻ്റെ ഫോണിൽ ആ ശബ്ദം കേൾക്കില്ല. ചില ഫോണിൽ യുവർ കോൾ ഈസ് റെക്കോർഡർ എന്ന് പറഞ്ഞു വരും. ഞാൻ റെക്കോർഡ് ചെയ്തു. അദ്ദേഹം പറഞ്ഞ സാധനം, അദ്ദേഹം പറഞ്ഞ വോയിസ് ഞാൻ എൻ്റെ കയ്യിൽ ഭദ്രമായി സൂക്ഷിച്ച് വെച്ചു. അതിനുശേഷം പ്രതിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു പോലീസ്. ഇതിനുശേഷം ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ കളക്ടർ ഈ സ്ഥാപനം അടച്ചുപൂട്ടി സീൽ ചെയ്തു. താങ്കളുടെ പരാതി? എൻ്റെ പരാതിയിന്മേലെ. ഈ പരാതി കൊടുക്കുന്ന സമയത്ത് ഫോൺ വന്നല്ലോ. വന്നതിന് ശേഷം ഇത് കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ സ്ഥാപനത്തിൻ്റെ ഉടമ ഒരു സ്ത്രീയാണ്. ഈ സ്ത്രീ ഫേസ്ബുക്ക് വഴി ഒരു ലൈവ് ഇട്ടു. ഞാൻ അവരെ ലൈംഗികപരമായി അവരെ ആവശ്യപ്പെട്ടെന്നും അവരൊരു ദളിത് സ്ത്രീയാണെന്നും ഞാൻ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചെന്നും ഈ സ്ഥാപനം എനിക്ക് സ്വന്തമായിട്ട് നടത്താൻ വേണ്ടി ഞാൻ ശ്രമിച്ചെന്നും ഒക്കെ പറഞ്ഞ് ലൈവ് ഇട്ടു. ഈ ലൈവ് കണ്ട് ഒരുപാട് പേര് എന്നെ വിളിച്ചു. അതിൻ്റെ അടിയിൽ ഒരാൾ കമൻറ്റ് ചെയ്തു, എൻ്റെ താജുദ്ദീൻ്റെ നമ്പർ ഇതാണെന്നും എൻ്റെ മൊബൈൽ നമ്പർ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തു. അപ്പോൾ എന്നെ ആൾക്കാർ വിളിച്ചു. അങ്ങനെ ഞാൻ പോലീസിൽ പരാതി കൊടുത്തു. എനിക്കെതിരെ ഇങ്ങനെ ഇതിട്ടു. ആ പരാതി പോയപ്പോൾ തന്നെ ഇവർ ഫേസ്ബുക്കിലെ ലൈവ് ഡിലീറ്റ് ചെയ്തു. ഇവർ 2 ലൈവ് ഇട്ടു. ഈ 2 ലൈവും ഞാൻ ഡൗൺലോഡ് ചെയ്ത് എൻ്റെ കൈവശം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 23 വർഷം ഇങ്ങനെ ഒരുപാട് നിരപരാധികൾ സ്ത്രീ പീഡന, കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച കേസിലൊക്കെ നിരപരാധികൾ കോടതിയിൽ ശിക്ഷ അനുഭവിച്ച് കിടപ്പുണ്ട്.
എനിക്കെതിരെ 3 ലൈംഗിക പരാതി കൊടുത്തു. ബഹുമാനപ്പെട്ട പോലീസ് അധികാരികൾ അത് നിഷ്പക്ഷമായി അന്വേഷിച്ചുകൊണ്ടാണല്ലോ എന്നെ അറസ്റ്റ് ചെയ്യാഞ്ഞതും എന്നെ റിമാൻഡ് ചെയ്യാഞ്ഞതൊക്കെ. നേരെ മറിച്ച് ഇവരുടെ ഭാഗം കേട്ട് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ജയിലിലാകത്തില്ലായിരുന്നു. ആ സമയത്ത് എന്നെ സഹായിച്ചത് കേരളത്തിലെ ഒരേ ഒരു സംഘടനയാണ്, സിവിൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് സൊസൈറ്റി തിരുവനന്തപുരം. 1997 രൂപം കൊണ്ട് സംഘടനയാണ് സിവിൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് സൊസൈറ്റി തിരുവനന്തപുരം. അവർ എൻ്റെ മകൻ്റെ ഈ ഒരു വിഷയം അറിഞ്ഞുകൊണ്ട് എന്നെ ഫോണിൽ ബന്ധപ്പെടുകയും എൻ്റെ വീട്ടിലേക്ക് കടന്നു വരികയും എനിക്ക് നിയമസഹായങ്ങൾ ചെയ്ത ഒരു സംഘടനയാണത്. അവരെ ഞാൻ നന്ദിയോട് ഓർക്കുന്നു. എൻ്റെ ഈ പോലീസ് കേസ് അന്വേഷിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ ലൈംഗിക പരാതികൾ വന്നതനുസരിച്ച് വക്കീലന്മാർ എന്നെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യുക, നമുക്ക് ജാമ്യം എടുക്കണ്ടേ, താജിനെ അറസ്റ്റ് ചെയ്യും. ഞാൻ പറയും, എന്നെ അറസ്റ്റ് ചെയ്തോട്ടെ, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്തോട്ടെ. അതിനെ 1.5 ലക്ഷം രൂപ ചോദിച്ച വക്കീലന്മാരൊക്കെ ഉണ്ട്. ഇപ്പോൾ ആ വക്കീലന്മാരൊന്നും എന്നെ കണ്ടാൽ മിണ്ടത്തില്ല. കാരണം എനിക്ക് പോലീസിൽ വിശ്വാസമാണ്, എനിക്ക് സർക്കാരിൽ വിശ്വാസമാണ്. എനിക്ക് ഇതിനിടയ്ക്ക് 2 സസ്പെൻഷൻ ഉണ്ടായി. 2 സസ്പെൻഷൻ, എന്നെ സർവീസിൽ നിന്ന് 2 പ്രാവശ്യം സസ്പെൻഡ് ചെയ്തു. ഈ 2 സസ്പെൻഷനും ഈ ഗവൺമെൻറ് അന്വേഷിച്ച് എനിക്ക് ഡ്യൂട്ടിയായിട്ട് പരിഗണിച്ച്, ഞാൻ സസ്പെൻഷൻ ഇരുന്ന സമയത്തെ 7 മാസം ഡ്യൂട്ടിയായിട്ട് പരിഗണിച്ച് മുഴുവൻ ശമ്പളവും തന്ന സർക്കാരാണിത്. എനിക്ക് സർക്കാരിൽ വിശ്വാസമാണ്. ഈ ഗവൺമെൻറ്റിൽ എനിക്ക് വിശ്വാസമുണ്ട്, എന്നെ സഹായിക്കും. എനിക്കെതിരെ പരാതി വന്നാൽ അന്വേഷിക്കണം, ഏത് അന്വേഷണം നേരിടാൻ ഞാൻ തയ്യാറാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഈ എന്നോട് ജാമ്യം എടുക്കാൻ പറഞ്ഞ വക്കീലന്മാരിപ്പോൾ എന്നെ കണ്ടാൽ മിണ്ടത്തില്ല. എൻ്റെ വീട്ടിനടുത്തുള്ള ആൾ എന്നെ പറഞ്ഞു 1.5 ലക്ഷം രൂപ നമുക്ക് ഹൈക്കോടതി ജാമ്യം എടുക്കാം, താജാകുമ്പോൾ 1 ലക്ഷം രൂപ തന്നാൽ മതി എന്ന്. ഞാൻ എന്തിന് 1 ലക്ഷം രൂപ കൊടുക്കണം? ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഞാൻ മുൻകൂർ ജാമ്യത്തിന് ഇവരെ സമീപിച്ച് പോയിരുന്നെങ്കിൽ ഞാൻ പ്രതിയാവില്ലേ? അതെ, ഞാൻ തെറ്റ് ചെയ്തിട്ടുള്ള വിശ്വാസം, എന്നെ അറസ്റ്റ് ചെയ്യട്ടെന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ കൂടെ പഠിച്ചവർ ജഡ്ജായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്, എനിക്ക് അഭിമാനത്തോട് പറയാം. എൻ്റെ കൂടെ പഠിച്ചവർ DYSP റാങ്കിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ഇത് പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. അഭിനയമല്ല, ഇതൊരിക്കലും അഭിനയമല്ല. എൻ്റെ കൂടെ പഠിച്ച നിഷാദ് മോൻ DYSP ആണ്. ഈ വിഷയം അറിഞ്ഞോ? എന്നെ വിളിച്ചു. എൻ്റെ കൂടെ ജോലി ചെയ്ത ഒരാൾ മാവലിക്കര SI ആണ്, എൻ്റെ കൂടെ പഞ്ചായത്ത് ജോലി ചെയ്ത് നൗഷാദ് എന്നെ വിളിച്ചു. എനിക്ക് ധൈര്യം തന്നു. ഇതൊരു പോരാട്ടമാണല്ലോ. താങ്കൾ ഒരു സത്യത്തിന് വേണ്ടിയിട്ടാണല്ലോ പോകുന്നത്. ഞാനും ഒരു മനുഷ്യനാണല്ലോ. അതെ, ഞാൻ ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയുമോ? ഞാൻ ആരോട് പറയാം? എനിക്കുണ്ടാകുന്ന വിഷമം, എൻ്റെ ഉള്ളിലെ വിഷമം ഞാൻ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രോഗ്രാമിന് പോകുന്നത്. ഇപ്പൊ താങ്കൾ സഹായിക്കാൻ താങ്കളുടെ കൂടെ പഠിച്ച സഹപാഠികളായ ഉന്നത ഇതിലുള്ള ആളുകൾ, ഞാൻ പറഞ്ഞല്ലോ, ആറ്റിങ്ങൽ പോസ്കോ കേസിലെ ജഡ്ജി എൻ്റെ കൂടെ പഠിച്ച ആളാണ്. എൻ്റെ കൂടെ 10ാം ക്ലാസ് വരെ പഠിച്ച എൻ്റെ കൂട്ടുകാരൻ എനിക്ക് ധൈര്യം തന്നു. അതന്നെ നമ്മൾ പറയുന്നത്. ഇപ്പൊ താങ്കളെ പിന്തുണയ്ക്കാൻ ഇത്ര ആളുകളുണ്ട്. താങ്കൾ സത്യത്തിന് വേണ്ടിയാണ് പോരാടുന്നത്, സത്യസന്ധമായാണ് മുന്നോട്ട് പോകുന്നത്. കാര്യങ്ങൾ കൃത്യമായിട്ട് ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ബാക്കിയുള്ള ഭാഗത്തുനിന്നുള്ള കൃത്യമായിട്ടുള്ള പിന്തുണയും കൃത്യമായ അന്വേഷണങ്ങളും ഉണ്ട്. അപ്പൊ അന്വേഷണത്തിന്റെ അല്ല, നമ്മളെ ഈ പറയുന്ന ഒരു വ്യാജൻ കൊടുത്ത പരാതി, ആ പരാതിമേൽ ദൈനംദിനം നമ്മുടെ ഓഫീസുകളിൽ വന്ന് ഇവർ അന്വേഷിക്കുകയാണ്. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ എന്ത് മാന്യമായിട്ടാണ് എന്നോട് പെരുമാറുന്നറിയോ? പത്തനംതിട്ട DYSP ഓഫീസിൽ എനിക്കെതിരെ പരാതി കൊടുത്തു. ഈ പറയുന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ പിന്നെ ഭാര്യയെ കൊണ്ട് ഞാൻ എൻ്റെ സ്വകാര്യ ഭാഗങ്ങളൊക്കെ വീഡിയോ കോൾ വഴി അവരെ കാണിച്ചു. ഞാൻ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ തെളിവ് കാണിക്കണ്ടേ? സൈബർ പോലീസിൽ നിന്നും പത്തനംതിട്ട പോലീസിൽ നിന്നൊക്കെ വിളിച്ചു ചോദിച്ചപ്പം ഈ
സ്ത്രീ പറയുന്നത്, ഞാൻ എല്ലാം നിങ്ങൾ ഡിലീറ്റ് ചെയ്തു സാറേ എന്ന്. പറ്റില്ല, ഞാൻ വെറുതെ വിടില്ല. ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എടുക്കണം, CDT കൊടുക്കണം, അത് എടുക്കണം. എടുത്തിട്ട് ഞാൻ തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്നെ ശിക്ഷിക്കണം. ഇല്ലെങ്കിൽ എനിക്കെതിരെ വ്യാജ പരാതി കൊടുത്തവന്മാരെ ഈ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതാണ് എൻ്റെ ആവശ്യം. എനിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത് ബഹുമാനപ്പെട്ട സർക്കാരിൻ്റെ സമയങ്ങൾ മെനക്കെടുത്തി സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരെ, പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ പഞ്ചായത്ത് ജീവനക്കാരുൾപ്പെടെയുള്ള മേലുദ്യോഗസ്ഥരെ എല്ലാം സമയം മെനക്കെടുത്തിയ ആ വ്യാജ പരാതിക്കാരനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഞാൻ ഏതറ്റം വരെയും പോകും. പോരാട്ടം അതിനു വേണ്ടിയുള്ള സുപ്രീം കോടതി വരെ ഞാൻ പോയി, നീതിപീഠത്തിന്റെ ഏത് അറ്റത്ത് വരെ പോയാണ് ഞാൻ ഒറ്റയ്ക്ക് ഞാൻ പോരാടും. അത് എൻ്റെ ഒറ്റയാൾ പോരാട്ടം തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, 2 പ്രാവശ്യം എന്നെ സസ്പെൻഡ് ചെയ്തു. എൻ്റെ ഓഫീസ് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ, അദ്ദേഹം ജില്ലാ ഓഫീസിന്റെ ചാർജിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ ഒരു നിയമവിരുദ്ധമായ ഒരു കെട്ടിടത്തിന് നമ്പർ ഇട്ട് കൊടുക്കാൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, സാർ ഇന്ന രേഖകൾ, സാറ് ജില്ലാ ഓഫീസറല്ലേ, സാർ ഒരു ഉത്തരവാക്കി ഞങ്ങൾ നമ്പർ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം എനിക്കെതിരെ പരാതി കൊടുത്ത് എന്നെ സസ്പെൻഡ് ചെയ്തു. പോലീസ് അന്വേഷണത്തിൽ അത് ഫോൾസ് ആണെന്ന് കോടതി റിപ്പോർട്ട് ചെയ്ത് ഞാൻ ആ കേസിൽ നിന്ന് അന്നും ജാമ്യം എടുക്കാൻ പത്തനംതിട്ട താജുദ്ദീൻ പോയിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനു ഭയക്കുന്നു? ഞാൻ ജാതിപ്പേര് വിളിച്ചിട്ടില്ല, ഞാൻ ജാതിപ്പേര് വിളിക്കുന്ന ആളല്ല. ഇന്ന് വരെ ഒരിടത്തും എൻ്റെ ജാതി ഇന്നതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതിന് എതിരെ പോരാടുന്ന ഒരാളാണ് ഞാൻ. SC/ST ആക്ട് അനുസരിച്ച് എൻ്റെ പേര് കേസെടുത്തിട്ടും, മുൻകൂർ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടും ബഹുമാനപ്പെട്ട പോലീസ് അധികാരികൾ, ഇന്ന് പെരുമ്പട്ടി പോലീസ് സ്റ്റേഷൻ അധികാരികൾ, DYSP ഉൾപ്പെടെ തിരുവല്ല DYSP ആണ് കേസെടുത്തത്. അന്വേഷിച്ചിട്ട് അത് ഫോൾസ് ആണെന്ന് കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തു. എൻ്റെ റെക്കോർഡുകളൊക്കെ എൻ്റെ ഇരിപ്പുണ്ട്. അദ്ദേഹം നിയമം അറിയാവുന്ന ഉദ്യോഗസ്ഥനായിരുന്നു, LLB ആയിരുന്നു. പെൻഷൻ പറ്റിയിട്ട് അദ്ദേഹം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് റദ്ദാക്കാൻ വേണ്ടി ഞാൻ പരാതി കൊടുക്കാനിരുന്നപ്പോൾ ഒരുപാട് പേര് വിളിച്ചു എന്നെ. കാരണം നിയമം അറിയാവുന്ന ഒരാൾ നിയമത്തെ വയലേറ്റ് ചെയ്യാൻ പാടില്ല. നിയമം അറിയാവുന്ന ഒരാൾ, എൻ്റെ ജില്ലാ ഓഫീസറായിട്ടിരുന്ന ഒരാൾ, ഇപ്പോഴും ഇത് അന്വേഷിക്കാൻ വന്ന ഒരു ഉദ്യോഗസ്ഥൻ, ഈ വ്യാജ പരാതിയിൽ മേൽ അന്വേഷിക്കാൻ വന്ന ഒരു ജില്ലയിലെ ഉദ്യോഗസ്ഥൻ, എൻ്റെ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ഒരാൾ, പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കൂടെ വന്നൊരു പുള്ളി ഈ വാഹനത്തിലിരുന്ന് പരിശോധിക്കാൻ വന്ന ഞങ്ങളുടെ പഞ്ചായത്തിലെ വണ്ടി വിട്ടുകൊടുത്താണ് അദ്ദേഹം വന്നത്. വണ്ടി വിട്ടുകൊടുത്ത് അദ്ദേഹം വന്നിട്ട് വണ്ടിക്കകത്തിരുന്ന് അദ്ദേഹം എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് ഞാൻ അറിഞ്ഞു. കൂടെ വന്നവർ, ഈ അന്വേഷിക്കാൻ വന്ന ഉദ്യോഗസ്ഥൻ എന്നെപ്പറ്റി അറിയില്ല. കൂടെ വന്ന് മറ്റൊരു ഉദ്യോഗസ്ഥൻ, എന്നെ അറിയാവുന്ന ആളെന്ന് പറഞ്ഞാൽ എൻ്റെ ഇളയ പെങ്ങളെ ട്യൂഷൻ പഠിപ്പിച്ച പണ്ട്. അന്ന് ട്യൂഷൻ പഠിപ്പിച്ചപ്പോൾ മോശമായി പെരുമാറി എൻ്റെ ഇളയ പെങ്ങളോട്. അന്ന് എൻ്റെ പെങ്ങളോട് മോശമായി പെരുമാറിയതിനെ പ്രതികരിച്ച അധ്യാപകൻ, അന്ന് പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റിലെ ജൂനിയർ സൂപ്രണ്ടാണ് അദ്ദേഹം, ഈ ഓഫീസറിനോട് എന്നെപ്പറ്റി മോശം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഓഫീസിൽ പരിശോധിക്കാൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട്, അണ്ണാ എന്തുകൊണ്ടാണ് വിശേഷം, സുഖം തന്നെയല്ലേ? എനിക്കെതിരെ മോശം പറഞ്ഞ വ്യക്തി എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട്, അണ്ണാ സുഖമല്ലേ, എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുക. ഞങ്ങൾക്കറിയാം ഇത് വ്യാജ പരാതിയാണ്, ഞങ്ങൾക്കറിയാമെന്ന്. എന്നിട്ട് എന്നെപ്പറ്റി എന്തെല്ലാം പറഞ്ഞു കൊടുത്തു. ആ റിപ്പോർട്ട് ഞാൻ വിവരാവകാശം ചോദിച്ചിട്ടുണ്ട്. ഏതായാലും വിവരാവകാശ നിയമം 2005 വന്നത് കാരണം എനിക്ക് വിവരങ്ങൾ അറിയാൻ സാധിക്കും. ഈ എൻ്റെ ഈ മകൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് സാറ്റലൈറ്റ് ചാനൽ എൻ്റെ മകൻ്റെ മുറിവ് ഉൾപ്പെടെ വന്ന് ഷൂട്ട് ചെയ്തുകൊണ്ട് പോയി. ഞാൻ ആ ചാനലിൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഷൂട്ട് ചെയ്തുകൊണ്ട് പോയി. എന്നിട്ട് ഇവർ സംപ്രേഷണം ചെയ്തില്ല. സംപ്രേഷണം ചെയ്യാൻ എന്താണെന്ന് താങ്കൾക്കും അറിയാം, എനിക്കും അറിയാം. അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇതിൻ്റെ അടിയിൽ കമൻ്റ് ചെയ്യും, എന്തുകൊണ്ടാണ് അവർ ഇത് പ്രസിദ്ധീകരിക്കാഞ്ഞതെന്ന് അവർ പറയും. ശരിയല്ലേ? അതെ. പക്ഷേ എൻ്റെ ഈ വിഷയം താങ്കൾ അറിഞ്ഞുകൊണ്ട് താങ്കൾ വന്നു. കാരണം താങ്കൾ മറ്റൊരു ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് ഞാൻ വിവാദങ്ങളിൽ പെട്ടുപോകാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സഹായിക്കുന്നത് കൊണ്ടാണ് വിവാദങ്ങളിൽ പെട്ടുപോകുന്നത്. കാരണം ഒരുപാട് മോശം കമൻറ്റുകളാണ്. ഞാൻ പറഞ്ഞില്ലേ, ആ രേഷ്മ പി തങ്കച്ചൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്കിങ്ങനെ ഒരു കുഞ്ഞുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടും. ഇപ്പം എന്നെ ഫോൺ വിളിക്കാൻ ഭയക്കുകയാണ്. കാരണം ഞാൻ റെക്കോർഡ് ചെയ്യുമെന്ന്. കാരണം നമ്മളെ വിളിക്കുന്ന ഓരോ കോളുകളും ഒരുപാട് പേര് എന്നെ ഫോൺ ചെയ്യുന്നുണ്ട്. എൻ്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരെന്നെ, ഒരാൾ പോലും എന്നെ വിളിച്ച് മോശം പറയുന്നില്ല, എന്നെ തെറി വിളിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയയിലൂടെ മോശം കമൻറ്റുകൾ അടിക്കുന്നുണ്ട്. അതിൽ ഞാൻ ഒരു കുറ്റവും പറയുന്നില്ല. കാരണം അതെല്ലാം
ഫേക്ക് ഐ ഡിയിൽ നിന്നാണ്. ഒന്ന് ചെയ്യുമ്പോഴേ ഒന്നിന് വളമാകത്തുള്ളല്ലോ. അതെ, ഒന്ന് ചെയ്യുമ്പോഴേ ഒന്നിന് വളമാകത്തുള്ളൂ. ഞാൻ പറയുന്ന പല ഡയലോഗുകളും അമ്മയെ തല്ലി എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗം പറയുന്ന ആളുകളുണ്ട്. ഈ ഞാൻ പറയുന്ന ഈ ഓരോ ഡയലോഗുകളും എടുത്ത് നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ വേറെ ചാനലിൽ ഇരുന്ന് പറയുന്നുണ്ട്. ഞാൻ ചാനലുകളിൽ പറഞ്ഞ ഡയലോഗുകൾ എടുത്ത് അവരൊന്നും കാണുന്നില്ലെന്നാണ് പറയുന്നത്. പക്ഷേ അവരെല്ലാം കാണുന്നുണ്ട്. പക്ഷെ ഞാനെല്ലാം കാണുന്നുണ്ട്. എനിക്ക് മോശം കമൻറ്റ് അടിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരും. കണ്ട ഇക്കായെ പറ്റി പറയുന്നത് കേട്ടു. എന്നിട്ട് അവരതിൻ്റെ അടി കമൻറ്റ് ചെയ്യും. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് സർക്കാർ ജീവനക്കാരനാണ്, എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, താജ ഈ എനിക്ക് പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് അനുമതി കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നീ ഇതെങ്ങനെ അറിഞ്ഞു എനിക്ക് അനുമതി ഉണ്ടെന്ന്? അത് ഞാൻ ചാനലിൽ കണ്ടു. എന്നിട്ട് നീ അതിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് ചെയ്തോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ കമൻറ്റ് ചെയ്തില്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ, കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നീ എന്തിനാ ഇപ്പോൾ എന്നെ വിളിച്ചാൽ? എനിക്ക് അനുമതി എടുക്കാനാണെന്ന്. ഞാൻ എൻ്റെ വിവരങ്ങളൊക്കെ അവന് പറഞ്ഞു കൊടുത്തു. എന്നെക്കൊണ്ട് ചെയ്യാവുന്ന ഉപകാരങ്ങൾ ഞാൻ ചെയ്യും. പലരും എന്നെ ഫോൺ വിളിക്കുമ്പോൾ സംശയങ്ങൾ ചോദിക്കും, ഞാനത് പറഞ്ഞു കൊടുക്കും, ഒക്കെ ചെയ്യും. പക്ഷെ സഹായങ്ങൾ ചെയ്യുന്നത് നിർത്തി. സഹായങ്ങൾ ചെയ്താൽ അത് നമ്മൾ ആർക്ക് ചെയ്താലും അത് തിരിച്ച് എന്തായാലും ഉപദ്രവമായിട്ട് മാറും. രേണുവിന്റെ നിരവധി വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. രേണു താങ്കളുടെ എന്താ പറയുക, മറ്റേ താജ് പത്തനംതിട്ട തന്തയാണോ അങ്ങനെയുള്ള ചില ആരോപണങ്ങളൊക്കെ ഉണ്ടായി. താജ് പത്തനംതിട്ട എന്റെ തന്തയാണ്. താജുദ്ദീൻ എന്റെ തന്തയാണോ? അവന് മറുപടി ഞാൻ കൊടുത്തു കഴിഞ്ഞു. താജുദ്ദീൻ ഞാൻ 1976 ഓഗസ്റ്റ് 3 ജനിച്ചത്. അപ്പോൾ രേഷ്മ പി തങ്കച്ചൻ എത്ര വയസ്സുണ്ടെന്നും അറിയാൻ പറ്റും. അതിൻ്റെ തന്തയാകാനുള്ള പ്രായം എനിക്കില്ല. നാളെ ഒരു സമയത്ത് തങ്കച്ചനോട് ഈ രേഷ്മ പി തങ്കച്ചൻ ചോദിക്കും, താൻ എൻ്റെ തന്തയാണോടോ? ചോദിക്കും. കാരണം വസ്തു കൊടുത്ത ബിഷപ്പിനെ തന്തയ്ക്ക് വിളിച്ചു, വസ്തു കൊടുത്ത ബിഷപ്പിനെ തന്തയ്ക്ക് വിളിച്ചു. വാക്കിന് വ്യവസ്ഥയില്ലാത്തതാണ്, വാക്കുകൾ മാറ്റി പറയുന്നത്. തന്തയ്ക്ക് വിളിച്ചു. വീട് പണി കൊടുത്ത ഫിറോസിനെ തന്തയ്ക്ക് അവർ അപ്പൻ വിളിച്ചതിൻ്റെ വോയിസ് റെക്കോർഡ് എൻ്റെ കിടപ്പുണ്ട്. അമ്മത്തൊട്ടിൽ എന്ന് പറഞ്ഞ സമ്പ്രദായമുണ്ട്, സർക്കാർ കൊണ്ടുവന്നിട്ട് അമ്മത്തൊട്ടിൽ. അതൊരു ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത്, ഒരു സ്ത്രീ പ്രസവിക്കുന്നത് 24 വാരിയെല്ലുകൾ ഒടിയുന്ന വേദനയോട് കൂടിയാണ് ഒരു അമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത്. ആ ഒരു കുഞ്ഞിനെ എങ്ങനെ നടതള്ളാൻ ഒരു അമ്മയ്ക്ക് സാധിക്കും? ആ കുഞ്ഞിനെ നിങ്ങൾ നോക്കി, ആ കുഞ്ഞിനെ കഴുത്തൊക്കെ പഴുത്ത് പൂർണ്ണമായിട്ടിരുന്ന് കണ്ടിരുന്നു. നിങ്ങൾ കണ്ടിരുന്നോ? കണ്ടില്ല. ആ ഇളയ കുഞ്ഞിന്റെ അതൊക്കെ എടുത്ത് വീഡിയോ കാണിച്ചല്ലോ. ആ കുഞ്ഞിനെ ചികിത്സിപ്പിക്കുന്നതിന് എന്താ ബുദ്ധിമുട്ട്? നിരവധി ആളുകൾ പല സ്ഥലത്തു നിന്നുള്ള പല വ്യക്തികളും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട്. സുധിയും അതുപോലെ രേണുവും പൈസ വിളിച്ച് മകന്റെ ചികിത്സയ്ക്ക് വേണ്ടി പണം ആവശ്യമാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ള ബുദ്ധിമുട്ടുകൾക്ക് പണമാണെന്ന് വെച്ചാൽ പല രീതിയിൽ പണം. അത് ഇപ്പൊ അടുത്ത് കിച്ചു അത് സത്യമാണ്, അങ്ങനെ പണം ചോദിച്ചിട്ടുണ്ടെന്ന് തന്നെ സമ്മതിച്ചിരിക്കുന്നു. താങ്കൾ പറയുന്ന കാര്യം സത്യമായി വരും, ഇപ്പോൾ സത്യമാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. താങ്കൾ വിമർശിച്ച പലരും ഉണ്ട്, അവർക്ക് മുന്നിലേക്ക് നിരവധി ആളുകളാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ രേണു പലരോടും പൈസ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിൽ എന്താണ് ശരിക്കും രേണു അങ്ങനെ താങ്കൾക്ക്? ഞാൻ അതിനെപ്പറ്റി പറയുമ്പോൾ ഞാൻ എൻ്റെ എല്ലാം ഒരുപാട് പേര് ഇവർക്ക് പൈസ അയച്ചു കൊടുത്ത് എൻ്റെ സ്ക്രീൻഷോട്ടുകൾ എനിക്ക് നൽകിയിട്ടുണ്ട്. അത് സഹായമായിട്ടാണോ അതോ കടമായിട്ടാണോ? ഇവര് ഭർത്താവ് മരിച്ചതിന് ശേഷവും ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത അതേ പ്രവർത്തികൾ ഇവർ വീണ്ടും അത് ആവർത്തിച്ചു. കടമായിട്ട് ചോദിക്കുന്നു. ഇവര് പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ പിന്നെ തിരുവനന്തപുരത്തുള്ള പയ്യൻ പറഞ്ഞില്ലേ ഇത്ര രൂപ മേടിച്ചിട്ടുണ്ടെന്ന്. ഇതൊക്കെ എനിക്ക് മുമ്പ് അറിയാവുന്ന കാര്യം തന്നെയായിരുന്നു. എന്നെ രേഷ്മ പി തങ്കച്ചൻ ഈ ഒരു ദിവസം രാത്രി എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഇക്ക ഈ സുധി ചേട്ടന്റെ കൂട്ടിരിക്കുന്ന ഒരാള് എന്നെ തിരുവനന്തപുരത്ത് എന്നെ വിളിച്ച് ശല്യം ചെയ്യുന്നു, എന്നെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടുന്നു, ഇക്ക ഒന്ന് വിളിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ വേറൊരു പുതിയ വെളിപ്പെടുത്തലാണ് ഞാൻ പറയുന്നത്. എന്നെ വിളിച്ചപ്പോൾ ഞാൻ ആ നമ്പറിൽ വിളിച്ചു, മോനെ എന്താ വിഷയം, ഞാൻ ഇന്ന ആളാണ്, എന്താ വിഷയം എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഞാൻ സുധിയുടെ പിന്നെ ഫോട്ടോയും രേണുവിൻ്റെ ഫോട്ടോയും കൂടെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ അയച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ പരിചയമായി. ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്, ഞാൻ ആ ഇളയ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട് എന്നൊക്കെ. സുധിയുടെ കൂട്ടാവിട്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം അവൻ്റെ ട്രൂ കോളറിൽ നോക്കിയപ്പോൾ അവൻ്റെ ഫോട്ടോ വന്നു. ഞാൻ കള്ളം പറയുന്നതല്ല. അവൻ കഴിഞ്ഞ ദിവസം അവൻ്റെ ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇത് കള്ളത്തരമല്ല. അവനെ വിളിച്ച് ഞാൻ സംസാരിച്ചതാ. ഇതിനിടയ്ക്ക് സുധി മരിച്ചതിന് ശേഷം പിന്നെ തൊടുപുഴയുള്ളൊരു പയ്യൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. എന്തിന് അത് ചോദ്യമുണ്ട്. എന്തിന്? അത് താങ്കൾ ആ രേണു സുധിയോട് തന്നെ
ചോദിക്കണം. രേഷ്മ പി തങ്കച്ചനോട് തന്നെ ചോദിക്കണം ഉറപ്പായിട്ട്. എനിക്കറിയാം എന്തിനെന്ന്. രാത്രി എന്നെ വിളിച്ച് എൻ്റെ ഭാര്യ പറയും, നിങ്ങൾ എന്തിനാ രാത്രി ഇവർ വിളിക്കുന്നതെന്ന്. ഇവർ പറഞ്ഞത് എന്നെ വിളിച്ചിട്ടേ ഇല്ലെന്ന്. ഞാനതല്ലേ പറഞ്ഞു, അവരുടെ ഫോൺ പരിശോധിക്കാൻ അവർ തയ്യാറാണോ? അവർക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്ന നമ്പരല്ല, അതിന് മുമ്പിൽ എത്ര നമ്പറുകൾ അവരെടുത്തിട്ടുണ്ട്. ആ ടെലിഫോൺ നമ്പറുകളൊക്കെ പരിശോധിക്കാനുള്ള സംവിധാനം സർക്കാരിന്റെ ഭാഗത്തുണ്ടല്ലോ. ഈ തിരുവനന്തപുരത്തുള്ള വ്യക്തി ഇങ്ങനെ വിവാഹ വാഗ്ദാനം ആവശ്യപ്പെട്ടിരുന്നു, വിവാഹം കഴിക്കണം താല്പര്യം? അവൻ കല്യാണം കഴിച്ചതാണ്, അവൻ്റെ കുഞ്ഞുള്ളതാണ്. എനിക്ക് അവൻ അങ്ങനെ ആവശ്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന് നല്ല പയ്യൻ, അവൻ ജെന്യുവൻ തോന്നി. അവന് ഒരു നിഷ്കളങ്കനായ കുട്ടിയാണ്. ഇന്ന് ഒരുപാട് പേര് രംഗത്ത് വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, പൈസ കൊടുത്ത ആൾക്കാർ ഒരുപാട് പേര് എന്നെ വിളിച്ചത്. തൊടുപുഴയുള്ള വ്യക്തിയായിട്ടുള്ള എനിക്ക് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. അവൻ രാത്രി ആത്മഹത്യക്ക് ശ്രമിച്ചു. ഞാൻ ഇവരെനിക്ക് നമ്പർ തന്നു. ഞാൻ അവനെ വിളിച്ചു. അവൻ എന്താ മോനെ വിഷയം? മോനെ പറഞ്ഞു, ഞങ്ങൾ സുധിച്ചേട്ടനുള്ളപ്പോൾ പോലെ ഞാൻ ആ വീട്ടിൽ മാസങ്ങളോളം താമസിച്ച വ്യക്തിയാണ്. ഇക്ക ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ. ഞാൻ പറഞ്ഞു, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല മോൻ, അങ്ങനെ ചെയ്യരുത്. ചെയ്താൽ നിന്റെ കുടുംബത്തിന് പോയി നിന്റെ വീട്ടുകാർക്ക് പോയി, നീ അങ്ങനെ ചെയ്യരുത്. ഇത് ഞാൻ പറയുന്നത് ഗോഡ് പ്രോമിസ്, ഞാൻ സത്യസന്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. എന്തിന്? ഞാൻ നമ്പർ തരാൻ അദ്ദേഹത്തിന്, നിങ്ങൾ വിളിച്ചു തന്നെ ചോദിര്. ഈ പറയുന്നൊന്നും കള്ളത്തരമല്ല, സത്യസന്ധമായ കാര്യങ്ങൾ ഞാൻ പറയത്തുള്ളൂ. ചുമ്മാ ഞാൻ പറയത്തില്ല, ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയത്തില്ല. എനിക്കെതിരെ കമന്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ശ്രീ കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷം ഉണ്ടായ സംഭവമാണ്. മരണത്തിന് ശേഷം ഉണ്ടായ എല്ലാ സംഭവങ്ങളും എനിക്കറിയാം. ശേഷം ഞാൻ പറഞ്ഞല്ലോ, തൊടുപുഴയുള്ള സുധി മരിച്ച ദിവസം സുധിയുടെ ഫോണിലേക്ക് വന്ന കോളുകൾ പരിശോധിക്കണം. സുധിയുടെ വാട്സാപ്പിലേക്ക് വന്ന മെസ്സേജുകൾ പരിശോധിക്കണം. ഈ മെസ്സേജുകളൊക്കെ സുധി മരിച്ചു കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ ഡിലീറ്റ് ചെയ്ത് എവരിവൺ ഡിലീറ്റ് ചെയ്തതായിട്ട് ഇവരെ എനിക്ക് അറിവ് കിട്ടി. ഇതെല്ലാം എൻ്റെ സംശയമാണ്. എന്നോട് പലരും വിളിച്ച് പറഞ്ഞതാണ്, അല്ലാതെ ഞാൻ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളല്ല. ഇതിൻ്റെ അകത്തൊക്കെ സത്യങ്ങളുണ്ട്. സത്യങ്ങളില്ലാതെ ഒന്നും ഞാൻ പറയാറില്ല. ഈ അനുസ്മരണം ഇവർ പറഞ്ഞെന്താ, ഇന്റർവ്യൂവിൽ പറഞ്ഞെന്താ, അവർ പറഞ്ഞെന്താ, ഞാൻ അനുസ്മരണത്തിന് വന്ന് വീഡിയോ എടുത്ത് ഇട്ടു എന്നല്ല അവർ പറഞ്ഞത്. തെറ്റാണ്. ലോക്ക്ഡൌൺ സമയത്ത് എന്നെ കണ്ടെന്നല്ലേ. ലോക്ക്ഡൌൺ സമയത്ത് എനിക്ക് കാറും കൊണ്ട് പുറത്തു പോകാൻ പറ്റുമോ? താങ്കൾ പറ. പറ്റുമോ? പറ്റത്തില്ല. അത് തെറ്റാണ്. ലോക്ക്ഡൌൺ സമയത്ത് കോട്ടയം ജില്ലയിലും എനിക്ക് പോകാൻ പറ്റുമോ? ലോക്ക്ഡൌൺ സമയത്ത് അങ്ങനെ പ്രോഗ്രാം എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഇല്ല. ഉണ്ടോ? രേഷ്മ പി തങ്കച്ചൻ ഉണ്ടോ? ലോക്ക്ഡൌൺ സമയത്ത് എവിടെയെങ്കിലും കലാപരിപാടി നടത്തിയോ? ഞാൻ വണ്ടി കൊണ്ട് പോയപ്പോൾ എന്നെ ഒരു ഓട്ടോറിക്ഷായി വന്ന് പറയിൽ എന്നെ നമ്പറിൽ സുധിയാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ ബാക്കിൽ ഓട്ടോറിക്ഷയിലുണ്ട്. അത് കൈക്കുഞ്ഞ് സുധിയുടെ ഭാര്യയുടെ ചേച്ചിയും എല്ലാം ഉണ്ടായിരുന്നു. ആ സമയത്ത് സുധിയെ മാറ്റി നിർത്തി ഞാൻ പറഞ്ഞു, ഇതാരാന്ന് ചോദിച്ചു. എനിക്ക് സുധി മുമ്പ് കല്യാണം കഴിച്ചതെന്ന് എനിക്കറിയാമല്ലോ. സുധിയെ 33 വർഷത്തെ പരിചയം ഉണ്ടല്ലോ എനിക്ക്. ഞാൻ ചോദിച്ചു. അപ്പോൾ സുധി പറഞ്ഞു, ഇതെൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുമാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ ഞാൻ പറഞ്ഞ കാര്യമാണ്. മോളെ നല്ലപോലെ നോക്കിക്കോണം. അത് ഇൻ്റർവ്യൂ പറഞ്ഞ കാര്യം കറക്റ്റാണ്. ലോക്ക്ഡൗൺ സമയത്ത് കണ്ടെന്ന് പറഞ്ഞ കാര്യം കറക്റ്റല്ല. പിന്നെ പറഞ്ഞു, ഞാൻ ചരമദിനത്തിന് വന്ന് അവിടെ ചരമവാർഷികത്തിന് വന്ന് ഞാൻ അവിടെ വീഡിയോ എടുത്ത് എൻ്റെ യൂട്യൂബ് ചാനലിലിട്ട് ഞാൻ ലക്ഷങ്ങൾ സമ്പാദിച്ചു എന്ന്. എനിക്ക് യൂട്യൂബ് ചാനലില്ല. കലാരംഗ് മീഡിയ എന്ന് പറയുന്ന എൻ്റെ ഭാര്യയ്ക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്, കലാരംഗ് മീഡിയ. ആ മീഡിയക്കകത്ത് 1000 സബ്സ്ക്രൈബർമാരില്ല. അപ്പം പൈസ കിട്ടും എനിക്ക്? ഇല്ല. ഞാൻ രേണുവിനെ ഇന്റർവ്യൂ ചെയ്തില്ലല്ലോ. എനിക്ക് വേണമെങ്കിൽ അവിടെ പോയ ഓരോ സമയങ്ങളിലും ഞാൻ അങ്ങനെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നെങ്കിലോ എനിക്ക് ഫേമസ് ആകാൻ വേണ്ടിയാണെങ്കിലോ രേണു സുധീരെ കൂടെ ഒന്ന് റീൽ ചെയ്താൽ പോരായിരുന്നോ?